ഞാൻ തൊഴിലത്ത് റോയൽ കസ്റ്റമർ സ്റ്റാഫിൻ്റെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാമ്പിൽ സെറ്റിംഗ് ആണ് കേട്ടോ. അതായത് കൂടുതലായിട്ടും ടൈപ്പറ്റ് നോയ്സ് ആയിട്ട് ശബ്ദമായിട്ട് ബന്ധപ്പെട്ടുള്ള ശബ്ദമായിരിക്കും കൂടുതലായി കേൾക്കുക. ടൈപ്പറ്റ് നോയ്സ് കോമൺ ആയിട്ട് പറയുന്ന ടൈപ്പറ്റ് നോയ്സ് ആണ്. ക്യാമ്പിൽ നോയ്സ് എന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അറിയുന്ന ആൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ടൈപ്പറ്റ് നോയ്സ് ഏതൊക്കെ കാരണങ്ങൾ ഉണ്ടാവാമെന്നുള്ള അതിൻ്റെ ഒരു റീസൺ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചത്. മൂന്നാല് റീസൺ പറയാം. അതിൽ മെയിനായിട്ട് ഇപ്പം ചെയ്യാൻ പോകുന്നതിന് ഒരു പ്രശ്നമുള്ള ഒരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പം നോക്കാം. ഇത് ക്യാമ്പിൽ ശബ്ദം കേൾക്കുന്ന ഈ സൗണ്ടാണ് ലോഡ് വരുന്നത്. വാൽവ് ലോഡാണ് സമയത്ത് നമുക്ക് സൗണ്ടായിട്ട് ഫീൽ ചെയ്യട്ടോ. അതിപ്പോൾ ഈ ഇൻലെറ്റ് പിന്നെ വീല് ലൂസാണ്, അതുമാതിരി തന്നെ എക്സോസ്റ്റും ലൂസ് തന്നെയാണ്. അപ്പം നമുക്ക് ഇത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ക്യാമ്പിൽ ഷേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും കുറച്ച് ഓടിയിട്ടുള്ള വണ്ടികൾ, കുറേ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികൾക്ക് ഈ ക്യാമ്പിൻ്റെ ബുഷ് ലൂസ് ആവാറുണ്ട്. ക്യാമ്പിൻ്റെ ഉള്ളിൽ ഒരു സ്ലീവ് ഉണ്ട്, ഒരു കോപ്പർ സ്ലീവ് ഉണ്ട്. ഒരു കോപ്പർ സ്ലീവ് ലൂസ് ആവും. അതേമാതിരി എക്സെൻട്രിക് ആക്കുന്ന ഒരു ബുഷ് ഉണ്ട്, ആ സ്ലീവ് ഉണ്ട്. രണ്ട് സ്ലീവ് നടക്കുന്നത് ഇവിടെ. ഈ രണ്ട് സ്ലീവും ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പിൻ്റെ ടാപ്പറ്റിൻ്റെ നോയ്സ് എത്ര തന്നെ റിഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ചില ആളുകൾ നേരെ ആയിട്ട് ടാപ്പറ്റ് ഹൈഡ്രോളിക് മാറ്റി കളയും. ടാപ്പറ്റ് നോയ്സ് ഒന്ന് ആദ്യം ചെയ്യുന്ന ഹൈഡ്രോളിക് മാറ്റിയാൽ ഹൈഡ്രോളിക് അല്ല അത് മാറ്റുന്നുണ്ട്. ആദ്യം ഹൈഡ്രോളിക് ലോഡ് ആവുന്നുള്ള നോക്കാം കേട്ടോ. അതായത് ഓയിൽ കുറഞ്ഞ് ഓയിലിൻ്റെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഓയിൽ ലെവൽ കുറഞ്ഞ ഹൈഡ്രോളിക് നോയ്സ് വരും. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഹൈഡ്രോളിക് സൗണ്ടെല്ലാം നോക്കേണ്ട. ഓയിൽ മാറ്റാൻ വൈകിട്ടുണ്ടെങ്കിൽ ആദ്യം ഓയിലൊന്ന് മാറ്റി ഓയിൽ ഫിൽറ്റർ എന്ന കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക. അത് മാറ്റിയിട്ട് ഒരു 5 കിലോമീറ്റർ എങ്കിലും ഓടുക. കാരണം ഹൈഡ്രോളിക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ പ്രഷർ വന്നിട്ട് ലോഡ് ആവാൻ സമയം കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഹൈഡ്രോളിക് ലോഡ് ആയിക്കൊള്ളണമെന്നില്ല. ചെറിയ സൗണ്ട് എന്നാൽ അപ്പോൾ മാറ്റം വരും. മാറ്റം വന്ന് ഞങ്ങൾ 5 കിലോമീറ്റർ വണ്ടി ഓടുക. വണ്ടി ഓടിയിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യം തന്നെ റോക്കറാം അയക്കുക. അത് ഇവിടെ അയച്ചിൽ കുറച്ചൊരു പിന്നെ സൈഡ് അയച്ചിൽ കുറച്ചൊരു പണിയുള്ള കേസാണ്. അതുകൊണ്ട് റോക്കറാം അയക്കുക. റോക്കറിന്റെ കവർ അയക്കുക. റോക്കർ കവർ അയച്ചിട്ട് ഹൈഡ്രോളിക്കിന് ടാപ്പറ്റിന്റെ അവിടെ പിന്നെ ഹൈഡ്രോളിക് ഫ്രീ ആവുണ്ടോ നോക്കുക കേട്ടോ. ഹൈഡ്രോളിക് ഇനിയും ലോഡ് ആവുന്നില്ലെങ്കിൽ നേരെ അത് ഹൈഡ്രോളിക് മാറ്റിയാൽ മതി. അതല്ല ഹൈഡ്രോളിക് ഫുള്ള് 2 ലോഡാണ്, യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഹൈഡ്രോളിക് ലോഡാണെന്നുണ്ടെങ്കിൽ തേയ്മാനം കൊണ്ട് ഓയിലിന്റെ പ്രഷർ കുറവുണ്ടോ നോക്കാം മുകളിലേക്ക്. ശരിക്ക് അതായത് റോക്കറാമിന്റെ ഉള്ളിലുള്ള ചെറിയ ഹോളുണ്ട്. ഹോളിലൂടെ ഓയിൽ വാൽവിന്റെ ടോപ്പിലേക്ക്, വാൽ ക്യാപ്പിന്റെ അവിടേക്ക്, വാൽവിന്റെ ടോപ്പിലേക്ക് ഓയിൽ സ്പ്രിങ്ങിന്റെ അവിടേക്ക് ഓയിൽ ശരിക്ക് സ്പ്രേ ചെയ്ത് അങ്ങ് പോകണം. ശരിക്ക് ആ സൈഡിലേക്ക് 2 ഭാഗം ഓയിൽ തെറിക്കണം. ആ തെറിക്കുന്നില്ലെങ്കിൽ ആ ഹോളൊന്ന് ശരിക്ക് കുത്തി കൊടുക്കുക. ഹോളൊക്കെ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നോയ്സ് നിൽക്കുന്നില്ലെങ്കിൽ ഓയിൽ പ്രഷർ കുറവുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നവനെ പിന്നെ റോക്കർ അയച്ചാൽ ഓയിലിന്റെ പ്രഷർ കുറവുണ്ടോ നോക്കാൻ പറ്റും. ഹൈഡ്രോളിക് വീക്കാണോ നോക്കാൻ പറ്റും. ഈ ഹൈഡ്രോളിക് വീക്കാണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് മാറ്റി തന്നെ വേണം കേട്ടോ. ഹൈഡ്രോളിക് വീക്കായ ഞാൻ പറഞ്ഞു ഈ ആദ്യത്തെ കാര്യം ചെയ്തതിന് ശേഷം മാത്രം ഹൈഡ്രോളിക് വീക്കാണോ ചെക്ക് ചെയ്യുക. റോക്കറാമിന് തേയ്മാനം വന്നിട്ടുണ്ടാവാം. ചില സമയത്ത് അടിച്ചടിച്ച് വണ്ടി ഓടിയതിന് ശേഷം റോക്കറാമിന് തേയ്മാനം വന്നിട്ടുണ്ടാവും. അതല്ല എങ്കിൽ അവിടേക്ക് ഓയിൽ പ്രഷർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് പിന്നെ റോക്കറാമിന് തേയ്മാനം വരും. 2 കാരണം റോക്കറാമിന് തേയ്മാനം വരും. തേയ്മാനം വന്നു കഴിഞ്ഞാൽ റോക്കറാം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ സൗണ്ട് പ്രോപ്പറായിട്ട് പോകില്ല. പിന്നെ വരുന്ന വിഷയമാണ് ക്യാമ്പിൻ്റെ നോയ്സ്. ഞാനിപ്പോൾ പറഞ്ഞ സംഗതിയാണ് കൂടുതലായിട്ടും വരുന്നത് തന്നെ ഈ ക്യാമ്പിൽ നോയ്സ് ആണ്. നമുക്കൊരു ഇറിറ്റേറ്റീവ് നോയ്സ് ആയിട്ട് തോന്നുന്നത്. ഹൈഡ്രോളിക് ടാപ്പറ്റ് അല്ലാത്ത നോയ്സാണ്, ഇറിറ്റേറ്റീവ് നോയ്സ് ആയി ക്യാമ്പിൽ നോയ്സ് ആണ്. പിന്നെ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബുഷ് പോവുക. ഈ 2 വീലിന്റെ ക്യാമ്പിലിന്റെ ബുഷ് ലൂസായിക്കുക, സ്ലീവ് ബുഷ് പിന്നെ ലൂസാവുക. അങ്ങനെയാണെങ്കിൽ ഇത് ടൈറ്റ് ചെയ്ത് ക്യാമ്പിലെ എക്സെൻട്രിക് ആക്കി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടൈറ്റ് ആവില്ല. നിങ്ങൾ ശരിക്ക് ഈ സൈഡ് പ്ലേ ശരിക്ക് ഫീൽ ചെയ്യും. ഈ സൈഡ് പ്ലേ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാമ്പിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രോപ്പർ മെത്തേഡ്. ക്യാമ്പിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ക്യാമ്പിലിന്റെ ബുഷ് അടിച്ചിന് ചെയ്യാറുണ്ട്, ബുഷ് അടിച്ചിന് ചെയ്യാറുണ്ട്. കറക്റ്റ് അവർ ഹീറ്റിംഗ് പിന്നെ എക്സ്പാൻഷൻ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ആയാലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉള്ളതാകും. അവർ മിക്കവാറും എൻ്റെ ടൈപ്പും സജഷൻ ക്യാമ്പിൽ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മറ്റാരും ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഹീറ്റിംഗ് എക്സ്പാൻഷൻ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാതെയാണ് നമ്മൾ സ്ലീവ് അടിക്കുന്നതെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇത്ര പ്രോപ്പറായിട്ടുള്ള പിന്നെ ഇൻഡസ്ട്രി വർക്കേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്യാമ്പിൽ മാറ്റി കൊടുക്കുക. പ്രോപ്പർ കുറച്ചൊരു പൈസ ഉണ്ടെന്നല്ലാതെ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും. മാറ്റി കൊടുക്കുന്ന ആ ടെൻഷൻ വേണ്ട. അത് ക്യാമ്പിൽ മാറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റൻഡ് ആകുന്ന സ്ലീവ് മാറ്റി കൊടുക്കുക. എന്നാൽ ആ ഒരു പിന്നെ കാര്യം പൂർണ്ണമായിട്ട് മാറും. പക്ഷെ ആദ്യം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെറുതെ പൈസ മുടക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ.
13 വരിക. അതും ലൂസായി. ഇത് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഓവർ ടൈറ്റ് ചെയ്യുന്ന വണ്ടി ഹമ്മിങ് വരും കേട്ടോ. ഈ സാധനം ഓവർ ടൈറ്റ് ചെയ്ത ഹമ്മിങ് വരും. ചെറിയൊരു പ്ലേ, ഹീറ്റിംഗ് എക്സ്പാൻഷൻ ഒരു പ്ലേ നമുക്ക് കൊടുക്കണം. ഹീറ്റായി കഴിഞ്ഞാൽ സെറ്റായി കിടക്കുന്ന രീതിയിൽ മാത്രമേ ഇത് സെറ്റ് ആവൂ. അല്ലെങ്കിൽ വണ്ടി ലോങ് ഓടുന്ന വണ്ടി ഹീറ്റ് ആവുന്ന അതിന്റെ സൗണ്ട് ഹമ്മിങ് നോയ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ശരിക്ക് തിരക്കിട്ട് ചെയ്യേണ്ട ഒരു പണിയല്ല കേട്ടോ. കറക്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് ടൈറ്റ് ചെയ്ത് അതേമാതിരി ടൈറ്റ് അങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ, ഹാൻഡിൽ വൈബ്രേഷൻ ഉണ്ടാവും. ജെർക്കിങ് ശരിക്ക് വലുതായിട്ട് വണ്ടിക്ക് ശരിക്ക് ജെർക്കിങ് ഫീൽ ചെയ്യും കേട്ടോ. ഹാൻഡിൽ വൈബ്രേഷൻ ശരിക്ക് ഫീൽ ചെയ്യും ആക്സിഡന്റ് ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച്. ഇതൊരു കുറച്ചൊരു സമയം എടുത്ത് ക്ഷമയോട് ചെയ്യേണ്ട പണിയാണ്. നമ്മൾ എത്രത്തോളം ഗ്യാപ്പ് ഇടണം നോക്കിയിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്യാവും. ഓക്കെ, ഇത് എക്സോസ്റ്റ് ടൈറ്റ് ആയി കണ്ടില്ലേ. ഇത് പുറത്തേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതേമാതിരി സൈഡ് പ്ലേ ഇല്ല. ഓക്കെയാണ്. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്യാമ്പിലെ ടൈം ഈ ഫ്രീ പ്ലേ ശരിക്കും നമ്മൾ നോക്കണം. ഫ്രീ പ്ലേ ഇല്ലെങ്കിൽ ഹമ്മിങ് വരുന്നത് പ്രത്യേകിച്ച് പറഞ്ഞുതരാം. അതേമാതിരി വൈബ്രേഷൻ ഉണ്ടാവും, വണ്ടി ഹാൻഡിൽ വൈബ്രേഷൻ ഉണ്ടാവും. അതുമാതിരി വണ്ടി എത്രത്തോളം ഹീറ്റ് ആവുന്ന എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഹമ്മിങ് കൂടും കേട്ടോ. ഇനി ഇതാണ് നോക്കുക, നല്ല സൗണ്ട് ഉണ്ട്. ഇത് വീടിന്റെ അവിടേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അടുക്കാണോ അകലെയാണോ എന്നുള്ളത്. കൈന്ന് കൈ കൊണ്ടൊന്ന് തിരിച്ച് ടൈറ്റ് ആക്കിയാൽ കറക്റ്റ് കിട്ടും കേട്ടോ. സ്പാൻഡർ ഉപയോഗിക്കാതെ കൈ കൊണ്ട് ടൈറ്റ് ആക്കി വരുമ്പോൾ തന്നെ ഓവർ ടൈറ്റ് ആവാത്ത രീതിയിലാക്കാൻ പറ്റും. തിരക്കിട്ട് ഒരു നല്ല ക്ഷമ എടുത്ത് ചെയ്യണം. തിരക്കിട്ട് ചെയ്യരുത്. പിന്നെ വണ്ടിന്റെ വൈബ്രേഷനും സൗണ്ടിനും എല്ലാത്തിനും വണ്ടി ഓടിക്കാനുള്ള സ്മൂത്ത്നെസ് ഒക്കെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ എഞ്ചിന്റെ ഉള്ളിലെ വൃത്തി നോക്കുന്നുണ്ടാവും. ഈ വണ്ടി 2014 വണ്ടിയാണ്, സോറി 14-15 വണ്ടി. ഈ വണ്ടിന്റെ ഉള്ളിൽ ക്ലീൻ, വണ്ടി എഞ്ചിൻ അയച്ച വണ്ടിയല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വൃത്തി നോക്കുക. പ്രോപ്പർ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടിന്റെ ലക്ഷണം അത്. ഇത് BS6 വണ്ടിയൊക്കെ നോക്കിയാൽ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടിന്റെ ഒരു ലക്ഷണമാണ് ഇതിന്റെ ഉള്ളിൽ ക്ലീനിങ് കേട്ടോ. ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് വേറെ രീതിയിൽ വാൽവ് ലോഡിങ് ടൈറ്റിങ് ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ചെറിയൊരു ഷെയ്ക്ക്.
ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ രണ്ടും ടൈറ്റ് ആയി. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പൊ പ്ലേ നല്ല ഈ രണ്ടിന്റെ പ്ലേ ഈസ്റ്റിംഗ് എക്സ്പാൻഷൻ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ ക്യാമ്പിൽ ടൈറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വേറെ രീതിയിൽ ടൈറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, വാൽവ് ലോഡ് നോക്കി ടൈറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണിച്ചു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.